ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടി മലയാളത്തെ വാനോളം ഉയർത്തിയ മഹാനടൻ മോഹൻലാലിന് നാടിന്റെ ആദരം. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മലയാളം വാനോളം ലാൽസലാം എന്ന പേരിൽ സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മോഹൻലാലിനെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. ചലച്ചിത്ര, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുത്ത ചടങ്ങിന് പിന്നാലെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. കമലേഷ് തെക്കേക്കാട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പതിനായിരങ്ങൾ അണിനിരന്ന പ്രൗഢഗംഭീരമായ വേദിയിൽ വെച്ചാണ് മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന് സംസ്ഥാന സർക്കാർ ആദരമർപ്പിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊന്നാട അണിയിച്ച് മോഹൻലാലിനെ ആദരിച്ചു. അദ്ദേഹം വളരെ വിനയാന്യുതനായി മലയാളത്തിന്റെ ആദരം സ്നേഹത്തോടെ ഏറ്റുവാങ്ങി. മോഹൻലാലിന് ലഭിച്ച ഈ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം മലയാളത്തിന് അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് ലഭിച്ച അംഗീകാരമാണെന്ന് മുഖ്യമന്ത്രി അതിനുശേഷം സംസാരിക്കവേ ചൂണ്ടിക്കാട്ടി. അതോടൊപ്പം തന്നെ ഇന്ത്യൻ സിനിമയിലെ ചിലർ മാത്രം നേടിയിട്ടുള്ള അമൂല്യമായ ഒരു സിംഹാസനത്തിന് ഉടമയാണ്, അല്ലെങ്കിൽ അമൂല്യമായ സിംഹാസനം അദ്ദേഹം കീഴടക്കിയിരിക്കുന്നു എന്നുകൂടി ഈ പുരസ്കാര നേട്ടത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. മോഹൻലാലിനുള്ള അംഗീകാരം മലയാള സിനിമയ്ക്കുള്ള അംഗീകാരം കൂടിയാണ്. ഇന്ത്യൻ സിനിമയിലെ മഹാപ്രതിഭകൾക്കൊപ്പം അമൂല്യമായ ആ സിംഹാസനം കരസ്ഥമാക്കിയിരിക്കുകയാണ് മലയാളത്തിൻ്റെ ഈ ഇതിഹാസ താരം. ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങിയ ദില്ലിയിലെ ആ വലിയ ചടങ്ങിൽ താൻ അനുഭവിച്ചതിനേക്കാൾ വൈകാരികമായ ഭാരം ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് തനിക്ക് അനുഭവിക്കേണ്ടി വരുന്നു എന്നാണ് ഈ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ ഈ ആദരം ഏറ്റുവാങ്ങിക്കൊണ്ട് മോഹൻലാൽ സൂചിപ്പിച്ചത്. അതെന്തുകൊണ്ടെന്നാൽ താൻ ജനിച്ചു വളർന്ന നാടാണിത്. അതോടൊപ്പം തന്നെ സ്നേഹിക്കുന്ന ആളുകളുടെ മുന്നിൽ അവർ തെരഞ്ഞെടുത്ത സംസ്ഥാന സർക്കാരിനാൽ ഒരു ആദരം ഏറ്റുവാങ്ങുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ദില്ലിയിൽ വെച്ച് അതിവിശിഷ്ടമായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം വാങ്ങിയ നിമിഷത്തേക്കാൾ ഏറിയ വൈകാരിക ഭാരത്തോടെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ഇത് ഞാൻ ജനിച്ചു വളർന്ന് കൗമാരവും യൗവനവും ചെലവഴിച്ച മണ്ണാണ്. എനിക്ക് ഈ സ്വീകരണം നൽകുന്നത് എന്നെ ഈ കാണുന്ന ഞാനാക്കി മാറ്റിയ കേരളവും മലയാളികളും അവർ തിരഞ്ഞെടുത്ത സർക്കാരുമാണ്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലെ വിവിധ ആളുകൾ, പ്രമുഖരെല്ലാം തന്നെ ഈ ചടങ്ങിൽ പങ്കെടുത്തു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 2004 20 വർഷം മുൻപ് ആദ്യമായി മലയാളത്തിലേക്ക്, കേരളത്തിലേക്ക് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം കൊണ്ടുവന്ന അടൂർ ഗോപാലകൃഷ്ണൻ ഈ ചടങ്ങിൽ പങ്കെടുത്തു. അതോടൊപ്പം മോഹൻലാലിൻ്റെ കൂടെ എന്നും മികച്ച കോംബോയായി ഹാസ്യരംഗങ്ങളിൽ ഉൾപ്പെടെ നിറഞ്ഞു നിന്നിരുന്ന മലയാളത്തിൻ്റെ പ്രിയ ഹാസ്യതാരം ജഗതി ശ്രീകുമാർ ഈ ചടങ്ങിൽ പങ്കെടുത്തത് വളരെ വലിയ ഒരു കാര്യമായി തന്നെ പ്രേക്ഷകർക്കും അതുപോലെ തന്നെ ചടങ്ങിലുണ്ടായിരുന്ന സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും അതൊരു ഇരട്ടി മധുരമായി എന്നുള്ളതാണ്. അതോടൊപ്പം മോഹൻലാലിൻ്റെ മുൻ നായികമാരായിട്ടുള്ള നടിമാരെല്ലാം തന്നെ അവർ അവതരിപ്പിച്ച വിവിധ കലാരൂപങ്ങളും ഇതിൻ്റെ ഭാഗമായി അരങ്ങേറി. ശരി, കമലേഷാണ് വിവരങ്ങൾ.